കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട് മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം കൃഷ്ണഗിരി ജില്ലയിലുള്ള ഒരു ചെറു ഗ്രാമത്തിൽ നടന്ന അത്യന്തം ദാരുണമായൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. 25 വയസ്സുള്ള ഭാരതി എന്ന യുവതി, ഭർത്താവായ 38 വയസ്സുള്ള സുരേഷ്, അവരുടെ 3 വയസ്സും 5 വയസ്സും പ്രായമുള്ള 2 പെൺകുട്ടികളും ചേർന്ന് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബം ദൈവത്തോട് നേർച്ചയൊക്കെ വച്ച് ഒരു ആൺകുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു. ആൺകുഞ്ഞ് ലഭിച്ചാൽ 1 ലക്ഷം രൂപ കാവടിയായി ദൈവത്തിന് സമർപ്പിക്കാമെന്ന ഒരു പ്രാർത്ഥനയും അവർക്കുണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം അങ്ങനെ അവർക്ക് നിറവേറുകയും ചെയ്തു. 5 മാസം മുൻപ് അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. കുടുംബത്തിന് അത് വലിയ സന്തോഷമായി. ഈ അവസരത്തിൽ നവംബർ മാസം 2-ാം തീയതി, ഒരു 2 ആഴ്ചകൾക്ക് മുൻപ്, ഒരു ദിവസം വീട്ടിൽ ഭാര്യയും 5 മാസം പ്രായമുള്ള ആ കുഞ്ഞും മാത്രമായിരുന്നു. ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ജോലി സ്ഥലത്ത് ഭർത്താവിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ വന്നത്. കുഞ്ഞിന് പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടായി, മരിച്ചുവെന്നാണ് ഭാരതി പറഞ്ഞത്. ഇത് കേട്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. ആ കുടുംബം തന്നെ ഞെട്ടിപ്പോയി. രാവിലെ വരെയും സുഖമായിരുന്ന കുഞ്ഞ് എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? എങ്കിലും ശ്വാസം മുട്ടൽ മൂലമുണ്ടായ ഒരു സ്വാഭാവിക മരണമാണെന്ന് കരുതി എല്ലാവരും വളരെ വേദനയോടുകൂടി ആ കുഞ്ഞിനെ സംസ്കരിച്ചു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നവംബർ മാസം 5 സംസ്കാരം കഴിഞ്ഞ അടുത്ത 3-ാം ദിവസത്തിൽ കുഞ്ഞിന്റെ അച്ഛനായ സുരേഷ് ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി നൽകി. എന്റെ കുഞ്ഞിന്റെ മരണം സ്വാഭാവികമല്ല, അവനെ കൊന്നതാണ്. ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു. ഫോണിലുണ്ടായിരുന്ന ചില തെളിവുകളും അദ്ദേഹം പോലീസിന് മുന്നിൽ വച്ചു. പോലീസ് വളരെ അത്ഭുതത്തോടു കൂടി തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംശയത്തിന് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന്. അവിടെയാണ് ഈ കേസിന്റെ ഭയങ്കരമായ വഴിത്തിരിവ് തുടങ്ങുന്നത്. കുഞ്ഞിന്റെ മരണത്തിൽ സംശയം തോന്നിയ സുരേഷ് നൽകിയ ഈ ഫോൺ തെളിവുകൾ കണ്ടപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി. ഈ സംഭവത്തിന്റെ യഥാർത്ഥ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ചില മാസങ്ങൾ പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. 3 കുട്ടികളുടെ അമ്മയായ ഭാരതിയുടെ ജീവിതം പുറത്തുനിന്ന് സാധാരണ എന്ന പോലെ തോന്നിയിരുന്നു. എന്നാൽ അതേ പ്രദേശത്ത് താമസിക്കുന്ന 22 വയസ്സുള്ള സുചിത്രയുമായി അവൾക്കൊരു രഹസ്യ തീവ്ര ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. ഭാരതി, സുചിത്ര രണ്ടും സ്ത്രീകളാണ്. നിങ്ങൾ കേട്ടത് ശരിയാണ്. 2 സ്ത്രീകൾ തമ്മിലുള്ള ഒരടുത്ത ബന്ധം, മെസ്സേജുകളും സ്വകാര്യ ചിത്രങ്ങളും റീലുകളും ഇരുവർക്കുമിടയിലെ ബന്ധം വലുതാക്കി കൊണ്ടുപോയി. പിന്നീട് നാട്ടുകാർക്കിടയിൽ തന്നെ അതൊരു ചർച്ചയാവുകയും അത് ഭർത്താവിന്റെ ചെവിയിൽ എത്തുകയും ചെയ്തു. ഭർത്താവ് ചോദ്യം ചെയ്തപ്പോൾ അവൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാത്രമാണ്. ഇങ്ങനെ ഭാരതി കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചു. പക്ഷേ ഒരു ദിവസം ഭർത്താവ് ഭാര്യയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരു സ്വകാര്യ ചിത്രങ്ങളും സ്വകാര്യ ചാറ്റുകളും കണ്ടു. ഇതിലൂടെ സത്യം പുറത്തു വന്നു. ഇത് അറിഞ്ഞതും ഭർത്താവിന് വല്ലാത്ത ദേഷ്യം തോന്നി. വലിയ വാക്ക് തർക്കം ഇരുവർക്കുമിടയിൽ ഉണ്ടായി. ഇതേ തുടർന്ന് ഭാരതി തന്റെ മക്കളുമായി മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ ചില ദിവസത്തിനുള്ളിൽ തന്നെ കുടുംബം ഇടപെട്ട് അവരെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ അയച്ചു. എങ്കിലും അവൾ സുചിത്രയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചില്ല. അങ്ങനെ അന്നത്തെ ദിവസം കുഞ്ഞിന്റെ മരണ ദിവസം എത്തി. പെട്ടെന്നുണ്ടായ ശ്വാസതടസ്സം മൂലം മകൻ മരിച്ചുവെന്ന് ഭാരതി ഭർത്താവിനെ വിളിച്ചറിയിച്ചു. ഇത് ഒരു സ്വാഭാവിക മരണമാണെന്ന് ആദ്യം എല്ലാവരും കരുതി. എന്നാൽ ഭർത്താവായ സുരേഷ് പിന്നീട് ഭാരതി സുചിത്രയുമായി നടത്തിയ ചാറ്റുകൾ ഇതെല്ലാം തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് വലിയ ഞെട്ടലുണ്ടായി. അദ്ദേഹം അതിൽ കണ്ടത് ഭാരതി തൻ്റെ 5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരിച്ച ശരീരത്തിന്റെ ഫോട്ടോ എടുത്ത് സുചിത്രയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന ഒരു മെസ്സേജ് കൂടെ ഉണ്ട്, നിനക്കായിട്ടാണ് ഞാൻ ഇത് ചെയ്തത്, നമ്മുടെ പ്രണയത്തിനായി. ഈ ഒരു സ്ക്രീൻഷോട്ട് തന്നെയാണ് എല്ലാം മാറ്റിമറിച്ചത്. സുചിത്രയുടെ ചാറ്റിൽ നിന്നും മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം വ്യക്തമായി. കുഞ്ഞ് അവർക്കിടയിലെ ബന്ധത്തിനൊരു തടസ്സമാണെന്ന് സുചിത്ര ഭാരതിയോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രണയം തെളിയിക്കാൻ നീ എന്ത് ചെയ്യും എന്നൊക്കെ ഇടയ്ക്കിടെ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ചേർന്നപ്പോൾ സത്യം വ്യക്തമായി. ഭാരതി സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ്. അതും സുചിത്രയെ തൃപ്തിപ്പെടുത്താനും തൻ്റെ പ്രണയം തെളിയിക്കുവാനുമാണ്. ഈ തെളിവുകൾ കണ്ടപ്പോൾ പോലീസിന് അത് വിശ്വസിക്കാൻ തന്നെ വലിയ പ്രയാസമായിരുന്നു. എങ്കിലും നിയമപരമായ നടപടിയിലൂടെയും കോടതിയുടെ അനുമതിയും നേടി സംസ്കരിച്ച കുഞ്ഞിന്റെ ശരീരം പുറത്തേക്കെടുത്തു. ഫോറൻസിക് പരിശോധനയുടെ ഫലത്തിൽ വ്യക്തമായി കുഞ്ഞിന്റെ മരണം മനുഷ്യനിർമ്മിതമായ ശ്വാസതടസ്സം കൊണ്ടാണ്. അതൊരു സ്വാഭാവിക മരണമല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അതൊരു കൊലപാതകം. തുടർന്ന് ഭാരതിയെയും സുചിത്രയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേരെയും വെവ്വേറെ ചോദ്യം ചെയ്തു. ഒരാളുടെ വാക്കുകളും മറ്റൊരാളുടെ വാക്കും തമ്മിൽ ഒന്നും പൊരുത്തപ്പെട്ടതേയില്ല. അത് അവരുടെ കുറ്റസമ്മതത്തെ കൂടുതൽ ഉറപ്പിക്കുകയായിരുന്നു ചെയ്തത്. 2 പേരും പറയുന്നതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു.
പരസ്പരം കുറ്റം മറ്റൊരാളുടെ മേൽ തള്ളാൻ ഇരുവരും ശ്രമിച്ചു. അവസാനം തെളിവുകളുടെ സമ്മർദ്ദം കൂടിയപ്പോൾ ഭാരതി തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി സമ്മതിച്ചു. പോലീസുകാരെ പോലും ഞെട്ടിച്ച അവൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു: എന്റെ പ്രണയം തെളിയിക്കാൻ ഞാൻ തന്നെ എന്റെ കുഞ്ഞിനെ കൊന്നു. ഭാരതിയുടെ ഈ വാക്കുകൾ പ്രകാരം അവൾക്കും സുചിത്രയ്ക്കുമിടയിൽ ഏറെ നാളായി ഒരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു. 2 പെൺകുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആൺകുഞ്ഞ് ജനിച്ചതോടെ എല്ലാം മാറി. ചെറിയ കുട്ടിയുടെ കാര്യം നോക്കാൻ അമ്മയ്ക്ക് ആവശ്യമായ മുഴുവൻ സമയവും വലിയ കുട്ടികൾക്ക് വേണ്ടുന്ന ശ്രദ്ധയേക്കാൾ കൂടുതലാണ്. രാത്രി മുഴുവനും ഉറക്കം നഷ്ടപ്പെടൽ, പാലൂട്ടൽ, കുഞ്ഞിനെ നോക്കൽ, ഇവയെല്ലാം കാരണം സുചിത്രയുമായി സംസാരിക്കുന്ന സമയം കുറയാൻ തുടങ്ങി. സുചിത്രയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. മുൻപൊന്നും നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നിന്റെ കുടുംബം വലുതായപ്പോൾ, കുഞ്ഞു വന്നപ്പോൾ നീ എന്നെ വിട്ട് പോയല്ലേ. ഈ ഒരു രീതിയിൽ അവൾ ഭാരതിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. മാനസിക സമ്മർദ്ദം ചെലുത്താനും തുടങ്ങി. ഈ സമ്മർദ്ദത്തിൽ ഭാരതിക്ക് ഒരു ഭയം വരാൻ തുടങ്ങി. ഈ കുഞ്ഞാണ് ഞങ്ങളുടെ ബന്ധത്തിന് തടസ്സം. കുഞ്ഞു കാരണം എനിക്ക് പ്രിയപ്പെട്ട അവളെ നഷ്ടമാകും. ഈ ഒരു ചിന്തയാണ് ഒരമ്മയെ മനുഷ്യാവബോധം നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചത്, ഒരു പിശാചാക്കി മാറ്റിയത്. അങ്ങനെ നവംബർ മാസം 2-ാം തീയതി വീട്ടിൽ ഭർത്താവും ബന്ധുക്കളും ഒന്നും ഇല്ല. അതാണ് അവസരം എന്ന് തോന്നിയ ഭാരതി സ്വന്തം കുഞ്ഞിനെ കയ്യിലേക്കെടുത്ത് മുറുകെ പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. 5 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നുകഴിഞ്ഞ് കുഞ്ഞിന്റെ മൃതദേഹം ഒരു ഫോട്ടോ എടുത്ത് സുചിത്രയ്ക്ക് വാട്സപ്പിൽ അയച്ചു. നിനക്കായിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പോൾ മനസ്സിലായോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ഈ ചിത്രം തന്നെയാണ് പിന്നീട് ഭർത്താവിന്റെ കൈകളിൽ തെളിവായി എത്തിയത്. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭാരതിയും സുചിത്രയും നൽകിയ വിവരങ്ങൾ പൊരുത്തപ്പെട്ടതേയില്ല. പക്ഷേ ഫോണിലെ ചാറ്റുകൾ, അയച്ച ചിത്രം, സമ്മതവാക്കുകൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ എല്ലാം ചേർന്നപ്പോൾ കേസ് ഒരു സംശയമില്ലാതെ വ്യക്തമായി. കോടതി അനുമതിയോടെ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തേക്കെടുത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കുഞ്ഞിന്റെ മരണം സ്വാഭാവികം അല്ല, മനുഷ്യനിർമ്മിതമായ ശ്വാസതടസ്സം മൂലമുണ്ടായ കൊലപാതകമാണെന്നും കണ്ടെത്തി. അങ്ങനെ ഇരുവരെയും IPC 302 കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇരുവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അടുത്ത 90 ദിവസത്തിനുള്ളിൽ എല്ലാ തെളിവുകളും സമർപ്പിച്ച് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും. അതിനുശേഷം ഈ കേസ് ട്രയലിലേക്ക് പോകും. ഈ ഒരു കേസ് എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നറിയണ്ടേ? ഇത് ഒരു ലെസ്ബിയൻ ബന്ധം എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഒന്നാമത്തേത് ഭ്രാന്തമായ ആസക്തിയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഒരു കേസുമായി റിലേറ്റഡ് ആണ്. പക്ഷേ കേസ് ഡീറ്റെയിൽസ് അതോടുകൂടി കഴിഞ്ഞു. ഇനിയാണ് ഇവർക്കുള്ള വിധിയെല്ലാം വരാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വളർന്നു വരുന്ന സമൂഹം ഇത് അറിയേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഒന്നാമത്തേത് ഭ്രാന്തമായ ആസക്തി, രണ്ടാമത്തേത് അതിക്രമമായ ഒരു ഉടമസ്ഥ മനോഭാവം, ഒരു പൊസസീവ്നെസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. മൂന്നാമത്തേത് മാനസിക സമ്മർദ്ദം കാരണം അമ്മയുടെ ചിന്തകൾ തന്നെ അങ്ങനെ മുറുകിപ്പോയത്. ഈ ലിംഗഭേദമില്ലാതെ ഏതൊരു അസ്വസ്ഥമായ ബന്ധത്തിലും ഇത്തരം സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന എല്ലാ കേസുകളുടെയും പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും. ഈ പാറ്റേൺ 100% ഒരുപോലെ തന്നെയായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് കേസുകളുണ്ട്. നമ്മുടെ രാജ്യത്ത് നടന്നത് മാത്രമല്ല, വിദേശത്ത് നടന്ന ക്രൈമുകളായാലും അവരുടെ നിറം, സംസ്കാരം, ജീവിത രീതി എല്ലാം നമ്മിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തമായാൽ കൂടിയും ഈ മനുഷ്യരുടെ വികാരങ്ങളും മനോഭാവങ്ങളും ലോകമെമ്പാടും ഒരുപോലെ തന്നെയാണ് എന്നുള്ളതിന്റെ മികച്ച ഉദാഹരണം തന്നെയാണ് ഈ കേസുകളിലൂടെയും വ്യക്തമാക്കുന്നത്. കാരണം ഇങ്ങനെ സംഭവിക്കുന്ന എല്ലാ കേസുകളും ഒരുപോലെ തന്നെയാണ് ആ പാറ്റേൺ. ഉദാഹരണത്തിന് 2021 അർജന്റീനയിൽ സമാനമായ ഒരു കേസുണ്ടായി. 2013 US അൽസോണയിലും ഇതുപോലൊരു കേസുണ്ടായി. 2019 US പെൻസിൽവേനിയയിൽ, 2016 ഒക്ലഹോമ സംസ്ഥാനത്ത്. ഇങ്ങനെ നിരവധി കേസുകൾ. ഈ കുറ്റങ്ങൾക്കെല്ലാം ഒരു സമാന പാറ്റേൺ ആണ്. അപ്പോൾ ഈ ബന്ധങ്ങളിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ ഒരു ബന്ധം അതിർത്തി കടന്ന അടുപ്പം, ഒരു ഓവർ അറ്റാച്ച്മെന്റ് ആണ്. കോളേജ് പ്രണയത്തിൽ പോലും ഇത്ര അടുപ്പം കാണില്ല. ആത്മാർത്ഥത, വിശ്വസ്തത എല്ലാം അതിപ്രസരമായി പോകും. പിന്നെ കുടുംബം, സമൂഹം, മൂല്യം ഇവയൊന്നും അവർക്ക് പ്രധാനമേ അല്ല. എനിക്കിഷ്ടമുള്ളയാളെ ഞാൻ സ്നേഹിക്കും എന്നൊരു മനോഭാവമാണ്. ഇങ്ങനെ ആകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഒരു തടസ്സം പോലെയായിരിക്കും അവർക്ക് തോന്നുക. കുഞ്ഞ് കരയുന്നു, അതുകൊണ്ട് പ്രിയപ്പെട്ടയാളോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരു ചിന്ത പിന്നെ വരാൻ തുടങ്ങും. ഇങ്ങനെ വീട്ടിലെ ഓരോ ആളും ഇവരുടെ കണ്ണിൽ ഒരു പ്രശ്നമായി തന്നെ മാറും.
ഇതിനൊപ്പം മറുവശത്ത് ഇവർ പ്രണയിക്കുന്ന ഒരു പങ്കാളി, അവർ നൽകുന്ന ഒരു അമിതമായ ബന്ധം, ഒരു ഡിപ്പെൻഡൻസി, സ്വാധീനവും എല്ലാം കൂടും. രണ്ടാമത്തെ കാര്യം, ഒരു മാനസികമായി വളച്ചൊടിക്കും, മോട്ടിവേഷണൽ ഡിസ്റ്റോർഷൻ. ബന്ധം ശക്തമാകുമ്പോൾ മറുവശത്തെ ആളാണ് ചിന്തകളെല്ലാം മാറ്റുന്നത്. വിശ്വാസവും സ്നേഹവും കൂടുതലാകുമ്പോൾ അവർ പറയുന്ന എല്ലാം ശരിയാണെന്ന് തോന്നിപ്പോകും. ഈ കുഞ്ഞില്ലാതിരുന്നാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം. ഈ ഒരു ആശയം മനസ്സിൽ ഇങ്ങനെ വേരുറയ്ക്കും. ഈ ചിന്തയുടെ വിത്ത് വിതയ്ക്കുന്നത് പാർട്ട്ണറായിരിക്കും. അതിപ്പോൾ ഒരു പെണ്ണുമായാലും ആണും പെണ്ണുമായാലും. ഇവിടെ ഈ ബന്ധത്തിൻ്റെ തരത്തെക്കുറിച്ചല്ല പ്രശ്നമുണ്ടാകുന്നത് പാർട്ട്ണറുടെ മാനസിക സമ്മർദ്ദവും തെറ്റായ സ്വാധീനവുമാണ്. അതാണ് ഈ അപകടകരമായ ചിന്തകൾ തുടങ്ങാനുള്ള കാരണം. മൂന്നാമത്തെ കാര്യം, അവരെ ഒറ്റപ്പെടുത്തൽ. ഇങ്ങനെ വിവാഹിതയായ സ്ത്രീ മറ്റൊരു സ്ത്രീയെയോ പുരുഷനെയോ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സ്വയം അങ്ങ് ഒറ്റപ്പെടും. കാരണം എന്തെന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ആരോടും പറയില്ല, പറഞ്ഞാൽ അവർ ശകാരിക്കും, തെറ്റാണെന്നൊക്കെ പറയും, അവർ നമ്മെ മനസ്സിലാക്കില്ല, ഈ ഒരു ഭയം. അതുകൊണ്ട് കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും ഒന്നും പറയില്ല. അങ്ങനെ അവർ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. ഈ ഒറ്റപ്പെടുന്ന ജീവിതത്തിൽ അവർക്കുള്ള ഒരു സന്തോഷം അവർ ഈ പ്രണയിക്കുന്ന പങ്കാളിയോട് സംസാരിക്കുന്നതാണ്. ഇത് ആരെങ്കിലും തടഞ്ഞാൽ അവരുടെ ഉണ്ടായിരുന്ന ആ ഏക സന്തോഷം അങ്ങ് നഷ്ടപ്പെടും. അതിനാലാണ് 99.99% ആളുകളും തങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഷാഡോ ഡില്യൂഷണൽ തിങ്കിങ് ആണ്. ആദ്യം കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിൻ്റെ ശബ്ദം കാരണം ഇവർക്ക് സംസാരിക്കാൻ കഴിയാതെ ആകുന്നു. അപ്പോൾ പാർട്ട്ണർ പറയുന്നത് അവനെ ഒന്ന് ശാന്തമാക്കൂ, കരച്ചിലൊന്ന് നിർത്തൂ എന്നൊക്കെ. പിന്നീട് ഈ സംസാരം അങ്ങ് മാറും. ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ലഭിച്ചേനെ എന്നാകും. ഇതാദ്യം ചെറിയൊരു ചിന്തയായി മനസ്സിൽ വിരിയും. പക്ഷെ സമയം കഴിയുമ്പോൾ രണ്ടുപേരും അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കും. ഈ കുഞ്ഞുണ്ടായിരുന്നാൽ നമുക്ക് ഒരിക്കലും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല, കുഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു എന്നൊക്കെ. ഇങ്ങനെയുള്ള ചിന്തകൾ ഇരുവരും ഗൗരവമായി വിശ്വസിക്കാൻ തുടങ്ങും. ഇതാണ് കുറ്റത്തിലേക്കുള്ള അടുത്ത വലിയ പടി. സത്യത്തിൽ ഒരാൾ ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ ചിന്തിക്കില്ല. ഇത് രണ്ടുപേരും ദിവസങ്ങളോളം സംസാരിച്ച് പരസ്പരം ബലപ്പെടുത്തിയെടുത്താണ് ഉണ്ടാകുന്നത്. ഇനി ചിലർക്കെങ്കിലും ചോദിക്കാം, എന്തായാലും ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, അപ്പോൾ പിന്നെ ഭർത്താവിനോട് പറയാമായിരുന്നില്ലേ, ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ എന്നൊക്കെ. ഇതിനുള്ള കാരണം ഒരു ലോ കോപ്പിംഗ് സ്കിൽസ് ആണ്. അതായത് ഇവർക്ക് ഈ കൗൺസിലിങ്ങിന് പോകാനൊന്നും ഇഷ്ടം കാണില്ല, കുടുംബത്തിൻ്റെ സഹായം തേടാൻ ഇഷ്ടം കാണില്ല, നിയമപരമായി വേർപെടാനും ധൈര്യമില്ല, ഒരു മാനസിക വളർച്ച, ഒരു മെച്യൂരിറ്റി ഇല്ല. അവർക്ക് കാരുണ്യമൊക്കെ വളരെ കുറവായിരിക്കും, ഒരു എംപതി അതില്ല. ഏറ്റവും പ്രധാനമായി ശരിയും തെറ്റും അവർക്ക് പഠിക്കാൻ പോലും കഴിയില്ല. കാലം കഴിയുമ്പോൾ അവരുടെ മാനസിക നിയന്ത്രണ ശേഷി പൂർണ്ണമായും ദുർബലമാകും. ആ സമയം പാർട്ട്ണർ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% സത്യമാണെന്ന് തോന്നും. ഒരു കുഞ്ഞിനെയൊക്കെ ആർക്കാണ് കൊല്ലാൻ സാധിക്കുക? ശാസ്ത്രീയമായി ചിന്തിച്ചതൊക്കെ അസാധ്യമാണെന്ന് തോന്നും. പക്ഷേ ഇവർക്ക് അത് സാധാരണയായി തോന്നും. കാരണം പാർട്ട്ണറുടെ സ്വാധീനം പല ദിവസങ്ങൾ കൊണ്ടായിരിക്കും ഇവരുടെ ഈ ഒരു മനസ്സിനെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത്. അവസാന ഘട്ടത്തിലാണ് ഈ ഒരു കുറ്റം തന്നെ അവിടെ സംഭവിക്കുന്നത്. ഇതിനെ സപ്രസ്ഡ് പാരന്റൽ ബോണ്ട് എന്നാണ് പറയുന്നത്. അതായത് അമ്മയ്ക്കും കുട്ടിക്കുമുള്ളൊരു ബന്ധം പൂർണ്ണമായും ഇല്ലാതാകും. കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും അമ്മയ്ക്ക് യാതൊരു കാര്യമോ സ്നേഹമോ കാരുണ്യമോ ഇല്ലാത്തൊരവസ്ഥ. കുഞ്ഞ് ജീവിച്ചിരുന്നാലും ചത്താലും എനിക്ക് യാതൊരു കാര്യവും ഇല്ല, ചത്താൽ എനിക്ക് സമാധാനം എന്ന നിലയിലേക്ക് അവർ പോകും. അതാണ് അവസാനത്തെ ഒരു സ്റ്റേജ്. പിന്നെ പാർട്ട്ണറുടെ സമ്മർദ്ദം ഇങ്ങനെ കൂടിക്കൊണ്ടുവരും. കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയും. ഇപ്പോൾ അമ്മയ്ക്ക് സമ്മർദ്ദവും ഡിപ്രഷനും വരും. ബന്ധത്തിൽ പ്രശ്നം കൂടും. ഒടുവിൽ ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വികാര ബന്ധം നാൾക്ക് നാൾ മുറിച്ചെടുത്തതുപോലെ പൂർണ്ണമായും അങ്ങ് മുറിഞ്ഞു പോകും. അങ്ങനെ ആയാൽ അമ്മയ്ക്ക് ഈ ഒരു കുറ്റം ചെയ്യുന്നത് വളരെ എളുപ്പമായി മാറും. അപ്പോഴും ഒരമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കഴിയുക എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു ചിന്തയൊന്നും അല്ല. ഇതൊക്കെ നിരവധി ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ ക്രമമായി സംഭവിച്ചാണ് ഒരാൾ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള നിലയിലേക്ക് പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരിടത്ത് അവർ അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ മാറുകയാണ്. ഞാൻ ചെയ്ത തെറ്റാണോ, അയ്യോ ഞാൻ ഇങ്ങനെയെല്ലാം ചിന്തിച്ചു, അങ്ങനെ ചെറുതായി ഒന്ന് ഡൈവേർട്ട് ആയിരുന്നെങ്കിൽ ഇത്തരമൊരു കുറ്റം സംഭവിക്കുമായിരുന്നില്ല. അവസാനം അവർക്ക് അങ്ങനെ സ്വന്തമായി ചിന്തിക്കേണ്ട ഒരു ശേഷി പോലും നഷ്ടമാകും. ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ആ തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാം നഷ്ടമാകും. താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പോലും അറിയാതെ തെറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ഇവർക്ക് തോന്നുന്നതെല്ലാം ഒന്ന് മാത്രമായിരിക്കും, കുഞ്ഞില്ലെങ്കിൽ നമുക്ക് നന്നായി ജീവിക്കാം. ഇതാണ് ഈ ഒരു കുറ്റം നടപ്പിലാകുന്ന അവസാനത്തെ മാനസിക ഘട്ടം. ഇത് നമ്മുടെ രാജ്യത്തായാലും വിദേശത്തായാലും ഈ കേസിന്റെ പാറ്റേൺ എല്ലാം ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്രൈം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചത് കൊണ്ടല്ല. അവൾ ഒരു സ്ത്രീ അല്ലാതെ ഒരു പുരുഷനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ഇതേ രീതിയിൽ മാനിപ്പുലേഷൻ സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മീഡിയ ഇതിനെ ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെൻസേഷണൽ ആക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ പുറത്തു നിന്ന് ഒരാളെ കൊണ്ട് രക്ഷിക്കാനാകില്ല. കാരണം അവർ തന്നെ എല്ലാവരിൽ നിന്നും അകന്നാണ് നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും ആരും അറിയില്ല. കുഞ്ഞിനെ വെറുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇങ്ങനൊരു കുറ്റം ചെയ്യാൻ പോകുന്നു എന്നത് ആരും തിരിച്ചറിഞ്ഞേയില്ല. കുറ്റം നടന്ന ശേഷമാണ് എല്ലാം പുറത്തു വരിക. അവർക്ക് ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നു, മനോവിഷമം, ഉള്ളിലെ ആശങ്കകൾ. ഒരമ്മ ഇങ്ങനെ ഒരു പാതയിലേക്ക് പോകുമോ? ഇതൊന്നും മുൻകൂട്ടി ആരും അറിഞ്ഞിരിക്കില്ലല്ലോ. ഇവരെയൊക്കെ രക്ഷിക്കേണ്ടത് ഇവർ തന്നെയാണ്. കാരണം ഇത് ഒരു ദിവസം സംഭവിക്കുന്നതല്ലല്ലോ. ഓരോ ക്രമത്തിലാണ് ഇങ്ങനെ ഓരോ ഘട്ടവും മാറിക്കൊണ്ടിരിക്കുന്നത്. സ്വയം പരിശോധന മാത്രമാണ് ഏക മാർഗം. ഏതെങ്കിലും ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹം കഴിഞ്ഞിട്ടും മറ്റൊരാളിൽ ഒരു അസാധാരണമായ ആകർഷണമോ അഭിനിവേശമോ തോന്നുകയാണെങ്കിൽ തങ്ങൾ തന്നെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ സ്വയമേ ചോദിക്കണം. ഞാൻ ഈ ബന്ധത്തിൽ അതിയായ വികാരധീനനാണോ? ആ വ്യക്തിയുമായി സംസാരിക്കണമെന്ന സ്ഥിരമായ ആഗ്രഹമുണ്ടോ? ഇതെല്ലാവരിൽ നിന്നും മറച്ചു വെക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഈ ബന്ധം കൊണ്ട് എൻ്റെ സ്വന്തം കുഞ്ഞിനോട് എനിക്ക് വെറുപ്പ് തോന്നുന്നുണ്ടോ? ഇങ്ങനെ സ്വയമേ ചിന്തിക്കണം. സ്വയമേയുള്ള വിലയിരുത്തലുകൾ മാത്രമാണ് അപകടകരമായ പാതയിൽ പോകുന്നത് തടയാൻ സാധിക്കുക. ഇത്രയും സമയം ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടുവെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദി. കാരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. തീർച്ചയായും നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ചുള്ള താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.